മനുഷ്യൻ തൻ്റെ കരബലത്താൽ പണിതുയർത്തിയെന്ന് ഊറ്റം കൊള്ളുന്ന ലോകം. ഓരോ കാലവും നേട്ടങ്ങളുടെ പടികൾ ചവിട്ടിക്കയറി ഉയരങ്ങൾക്കുമേൽ ഉയരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന അനേകർ. ഇവിടെ നേട്ടങ്ങളായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ശക്തന്റെ കരബലമാണ്. ആധുനിക ലോകത്തിൻ്റെ ഭൗതിക സമവാക്യങ്ങളിൽ ഇടം നേടുന്നത് കരുത്തിൻ്റെയും നേട്ടങ്ങളുടെയും പുറം കാഴ്ചകളാണ്. ഇവയ്ക്ക് മറവിൽ ലോകദൃഷ്ടിയിൽ ഇടം നേടാതെ പോകുന്ന ചില യഥാർത്ഥ വിജയങ്ങളുണ്ട്. ലോകത്തിൻ്റെ മുൻധാരണകളുടെ തടവറയിൽ അടയ്ക്കപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. എന്നാൽ ഇത്തരം ഇരുണ്ട കാഴ്ചകൾക്ക് മീതെ ലോകമെങ്ങും പ്രഭ തൂകി നിൽക്കുന്ന ചില വിജയഗാഥകൾ. തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ശക്തിയേറിയ ദൈവിക പ്രഭാവം പകർന്നു നൽകുന്ന ആത്മധൈര്യത്തോടെ അവർ ലോകം കീഴടക്കുന്നു. വയനാട്ടിലെ കബനിഗിരി സ്വദേശികളായ ജിമി, സുമി എന്നീ സഹോദരിമാരെ ഇന്ന് ലോകം വീക്ഷിക്കുന്നത് അവരെ ബാധിച്ചിരിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി എന്ന ശാരീരിക ബലഹീനതയുടെ അകമ്പടി കൂടാതെയാണ്. ശാരീരികമായി ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ തങ്ങൾക്കുണ്ടെന്ന് സ്വയം വിധിയെഴുതുവാൻ ഒരിക്കലും തയ്യാറാകാത്ത കരുത്തേറിയ മനസ്സിന്റെ പിൻബലത്തിൽ അവർ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഈ ലോകത്തിനു മുഴുവൻ അഭിമാനകരമാണ്. പാമ്പനാനിക്കൽ ജോണിന്റെയും മേരിയുടെയും മക്കളായ ഇവർ കടന്നുപോയ വഴികളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം സാധ്യമാണ് എന്ന വചനത്തെ ജീവിതത്താൽ ഉദ്ഘോഷിച്ചുകൊണ്ട് അവർ കഴിവുകളേറെയുള്ള ഈ ലോകത്തിനു മുഴുവൻ മാതൃകകളായി മാറുന്നു. ഞങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും അതിയായ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ, അതായത് 4 ചുവരുകൾക്കുള്ളിൽ മാത്രമാകരുത് ഞങ്ങളുടെ ജീവിതം എന്ന് അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു ചെറുപ്പത്തിൽ മുതൽ. അപ്പോൾ പപ്പ എപ്പോഴും പറയായിരുന്നു, അതായത് ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തമായി നടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പപ്പയ്ക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ദൈവം അനുവദിക്കുന്നവരെ ഉള്ള സമയം വരെ പപ്പ എടുത്തുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകും, എക്സാമുകൾ എഴുതിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ആരോഗ്യ പ്രശ്നം ഒരു പഠനത്തെയോ ജീവിതത്തെയോ ബാധിക്കരുതെന്ന് പപ്പ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതിനെല്ലാവിധ സപ്പോർട്ടും പിന്തുണയുമായിട്ട് മമ്മി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിയുന്നത് പോലെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ അടുത്തുള്ള ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ഞങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. വർഷാവസാന പരീക്ഷകളിൽ മാത്രം പപ്പയും മമ്മിയും എടുത്തുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി എക്സാം എഴുതിച്ചു. കേവലം നിസ്സാരവും പ്രതിവിധികളുള്ളതുമായ ശാരീരിക ബലഹീനതകൾ കൊണ്ടുപോലും തളരുകയും ജീവിതത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന അനേകായിരങ്ങൾക്ക് നടുവിൽ ഈ സഹോദരിമാർ ഒരു വിസ്മയമാണ്. ആദ്യകാലങ്ങളിൽ ഒരിക്കലും സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാതിരുന്നിട്ടും ഏറ്റവും മികച്ച രീതിയിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കുകയും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു റാങ്ക് ജേതാവായി തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്ന ജിമി. ചെറിയ ക്ലാസുകളിൽ മാത്രം സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചെങ്കിലും പിന്നീടുള്ള വിദ്യാഭ്യാസം സ്വയം ആർജിച്ച് ഇന്ന് മാതൃകാപരമായി ചേച്ചിക്കൊപ്പം മുന്നേറുന്ന സുമി. ശാരീരികമായ ബലഹീനതകൾ ഏറെയുണ്ടെങ്കിലും ഈ സഹോദരിമാർ ഇന്ന് ഈ സമൂഹത്തിൽ ദീപസ്തംഭങ്ങളാണ്.
തികച്ചും അതിശയകരമായ ഒരു ദൈവപരിപാലനയുടെ തണലിലായിരുന്നു ഈ സഹോദരിമാരുടെ ജീവിതം എന്നും മുന്നേറിയിരുന്നത്. ഓരോ നിമിഷങ്ങളിലും അവരുടെ കൺമുന്നിൽ ഉയർന്നു വന്നിരുന്ന അവസരങ്ങളിലൂടെ അവർ ജീവിതത്തെ കരുപിടിപ്പിക്കുകയായിരുന്നു. ഒപ്പം നിരാശാജനകമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കത്തക്കതായ തിരിച്ചറിവുകളും മനോബലവും ആ കുടുംബത്തിന് മുഴുവൻ ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാതാപിതാക്കന്മാർക്ക് ഒരുപക്ഷെ ഇന്ന് ഇല്ലായിരിക്കാം. കാരണം നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാർ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് പറയാമോ? ഞങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ പേരൻസ് ഞങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അതായത് ഞങ്ങളെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനമായിട്ട് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പേരൻസാണ്. അപ്പോൾ അവർ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗം നിങ്ങളെ ഏത് രീതിയിലാണ് വ്യക്തിപരമായി നിങ്ങളെ അത് ബാധിച്ചിരിക്കുക? അതായത് നിങ്ങളെ കാണുമ്പോൾ യാതൊരുവിധ രോഗാവസ്ഥയോ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഇത് ഏത് രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക? ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ട് മസ്കുലർ ഡിസ്ട്രോഫി എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയാം. അതായത് ഈ രോഗം എന്ന് പറഞ്ഞാൽ മസിലിനെ ബാധിക്കുന്നതാണ്. അതായത് മസിലിന് ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പ്രോഗ്രസീവ് ആയിട്ടുള്ള മോഡിലാണ് സാധാരണ ഉണ്ടാവാറ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഈ രോഗം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ വീഴുക, പിന്നെ കയറ്റ് അതായത് സ്റ്റെപ്പൊക്കെ കയറാൻ വേണ്ടിയിട്ട് മുട്ടിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരിക, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. പിന്നെ അതുപോലെ നിലത്തിരുന്നാൽ എഴുന്നേക്കാൻ പറ്റാതെ വരിക, അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ പതുക്കെ തീരെ ബലം കുറയുന്നു, കാലുകളുടെ ബലം കുറയുന്നു, അപ്പം നടക്കാൻ വയ്യാതാകുന്നു. പിന്നെ കൈകൾക്ക് നന്നായി, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് കൈകൾക്ക് നന്നായി ബാധിച്ചിട്ടുണ്ട്. കൈ പൊക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ ഒരു അസുഖത്തിൻ്റെ. നിങ്ങൾക്കിപ്പോൾ കാലുകൾക്ക് ബലമില്ല, കൈകൾ ചലിപ്പിക്കാൻ കഴിയത്തില്ല. ഓരോ മനുഷ്യാത്മാക്കളും ദൈവത്തിൻ്റെ അനന്യമായ സൃഷ്ടികളാണ്. ഒരു പക്ഷേ ഈ ലോകത്തിലെ സകല സൃഷ്ടിജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അവിടെയാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിലയിരുത്തപ്പെടുന്ന കഴിവുകളുടെയും ബലഹീനതകളുടെയും മീതെ അവൻ്റെ ഇച്ഛാശക്തിക്ക് അനുസൃതമായി ജീവിതത്തിൽ മുന്നേറുവാൻ തക്ക ഊർജവും നൽകപ്പെട്ടിരിക്കുന്നു. ഈ സഹോദരിമാർ തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന സന്ദേശമാണിത്. ജിമിക്ക് കാര്യമായി സ്കൂളിൽ പോകാൻ സാധിച്ചില്ല എന്നും എന്നാൽ സുമി ഏതാണ്ട് 7ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി എന്നും അറിയാനായിട്ടിടയായി. അതിനെക്കുറിച്ച് പറയാമോ സുമി? ഞാൻ 4ാം ക്ലാസ് വരെ പപ്പ സ്കൂൾ ബസ്സിന് കയറ്റി വിടുമായിരുന്നു. അങ്ങനെ പോകാൻ വീണിട്ട് എണീക്കാൻ പറ്റാതെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും 4ാം ക്ലാസ് വരെ സ്കൂൾ ബസ്സിന് കയറ്റിയിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി. പിന്നെ 7ാം ക്ലാസ് UPയിലേക്ക് വന്നപ്പോഴത്തേനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ പപ്പേൻ്റെ അനിയനും പപ്പയൊക്കെ ആയിട്ട് കൊണ്ടുവിടുകയും പപ്പേൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് പോകുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ് വരെ ജസ്റ്റ് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് പോയി കംപ്ലീറ്റ് ചെയ്തു. ജിമിയുടെയും സുമിയുടെയും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് കൈപിടിച്ചു നടത്തുവാൻ ദൈവം നിയോഗിച്ച അനേകർ ഉണ്ടായിരുന്നു. അധ്യാപകരുടെ രൂപത്തിൽ, സുഹൃത്തുക്കളുടെ രൂപത്തിൽ, അഭ്യുദയകാംക്ഷികളുടെ രൂപത്തിൽ, ഒട്ടേറെ നല്ല മനുഷ്യരുടെ പിന്തുണ ഒരിക്കലും പതറാതെ ജീവിതത്തിൽ കാലുറപ്പിച്ചു നിൽക്കുവാൻ തളർന്ന കാലുകൾക്ക് ശക്തി പകരുകയായിരുന്നു. കബനിഗിരി നിർമ്മല സ്കൂളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഹൈസ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ചാക്കോ സാറ്, അപ്പോൾ അതുപോലെ മധു സാറ്, അപ്പോൾ അവർ കൂടുതൽ മുന്നോട്ടേക്ക് പോകാനുള്ള കൂടുതൽ പ്രചോദനം ഞങ്ങൾക്ക് തന്നു. പ്രത്യേകിച്ച് മധു സാറാണ്. അപ്പോൾ സാറ് ഞങ്ങൾക്ക് ആദ്യം അതായത് കമ്പ്യൂട്ടർ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ എങ്ങനെ പഠിക്കും, അപ്പോൾ അത് എക്സാം എങ്ങനെ എഴുതും, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പപ്പയും മമ്മിയും കുറേ ട്രൈ ചെയ്ത് എങ്ങനെ നോക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റി സ്കൂൾ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ടെൻഷൻ ആവരുത്, അതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങളെല്ലാം ചെയ്തു തരൂ, ഒരു പ്രശ്നമല്ല, നമുക്കതെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടർ തന്ന് മധു സാറും വന്ന് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു.
അങ്ങനെ ഞങ്ങൾക്ക് പുറകോട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പ്രചോദനമായി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ബീനു ടീച്ചർ ഉണ്ട്. ടീച്ചർ എല്ലാ ദിവസവും തന്നെ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പാഠഭാഗങ്ങൾ പറഞ്ഞു തന്നു, എല്ലാം ചെയ്തു തന്നു. പിന്നെ ലിനോജ് സാർ, ബിബിൻ സാർ, സോമൻ സാർ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നു. ഒരുപാട് പേരുണ്ട്. അങ്ങനെ എല്ലാവരും എടുത്തു പറയാൻ കഴിയില്ല, കാരണം ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ ഞങ്ങളെ സഹായിച്ചു. അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ മാക്സിമം ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഒരുപക്ഷേ ആത്മവിശ്വാസത്തിന്റെ നെടും തൂണുകളായി ഇന്ന് ലോകത്തിൽ കാലുറപ്പിച്ചു നിൽക്കുമ്പോഴും പിന്തിരിഞ്ഞു നോക്കിയാൽ ആ ജീവിതത്തിൽ ദൃശ്യമാവുക പ്രോത്സാഹനങ്ങളും സഹായഹസ്തങ്ങളും മാത്രമല്ല. മനസ്സ് തകർക്കുന്ന നിരാശാജനകമായ അനുഭവങ്ങളിലൂടെ ഇവർ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കൺമുന്നിൽ ദൈവം അനുവദിക്കുന്ന ഏറെ സാഹചര്യങ്ങളിൽ നിന്നും തങ്ങളെ വളർത്താൻ ഉതകുന്നവ മാത്രം സ്വീകരിക്കുവാനും അങ്ങനെ ഫലം പുറപ്പെടുവിക്കുവാനും അവർക്ക് കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ അനാവശ്യ സ്വാധീന ശക്തികളിലും മനസ്സ് തളർത്തുന്ന അനുഭവങ്ങളിലും പെട്ട് തകർന്നടിയുമ്പോൾ ഈ ജീവിതങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശ്വാസത്തോടെയുള്ള ലക്ഷ്യപ്രയാണത്തിൻ്റെ പ്രാധാന്യമാണ്. ഞാൻ വീട്ടിലിരുന്ന് മാത്രമായിരുന്നു പഠിച്ചത്. പപ്പയും അമ്മയും എക്സാമുകളിൽ മാത്രം ക്ലാസ്സിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ജീവിത രീതിയായിരുന്നു ജീവിതമായിരുന്നു എൻ്റേത്. അപ്പോൾ ആ സമയത്ത് 10ാം ക്ലാസ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി. അതുപോലെ +2, +1 വന്നപ്പോൾ കബനിഗിരി മുള്ളംകൊല്ലി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതായത് യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് വന്നപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയം വന്നപ്പോഴാണ് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുന്നത്. ഞാൻ അപ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ ഒരു വൈകല്യമുള്ള ഒരാളായി മാറിയത് ആ സമയം മുതലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഓരോ അഡ്മിഷനായിട്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ അത് ക്രെഡിറ്റും സെമസ്റ്ററും നടക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ 75% നിർബന്ധമായിട്ടും അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ തുടരാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അഡ്മിഷൻ എനിക്ക് +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ തന്നു. പക്ഷേ അവിടെ തുടർന്ന് പോകണമെങ്കിൽ 75% മാർക്ക് വേണം, അറ്റൻഡൻസ് വേണം. അപ്പോൾ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അത് തുടരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഒരുപാട് വിഷമിപ്പിച്ചു, ഒരുപാട് സങ്കടമായി. പിന്നെ അത് അങ്ങനെ തുടരാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയെത്തി. അപ്പോൾ ജീവിതം എന്താണ് ഒരു ഇരുളിലേക്ക് മാറിയൊരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രൈവറ്റ് പഠനത്തിൽ ഞങ്ങളുടെ നാട്ടിൽ, അതായത് വയനാട്ടിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജുകൾ BA പഠനമൊക്കെ തുടരാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് കോളേജുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ കോളേജുകളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് സിലബസ് എന്നൊന്നും പറഞ്ഞു തരാനും ആളില്ല. അപ്പോൾ പുതിയ സിലബസും സമ്പ്രദായങ്ങളെല്ലാം വന്നതോട് കൂടിയിട്ട് പഴയ പ്രൈവറ്റ് സ്റ്റഡിയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സിലബസുകളെല്ലാം യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് തന്നെ പോയി. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു, കാരണം ഇതെന്തൊക്കെയാണ്, എന്താണ് പഠിക്കേണ്ടതെന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമീപത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളൊരു കോപ്പറേറ്റീവ് കോളേജ് നടത്തുന്ന ബേബി എലിയാസ് അച്ഛൻ ആണ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തന്നത്. പ്രൈവറ്റായിട്ട് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തു തന്നു. പിന്നെ എക്സാമിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ദിവസങ്ങളായി. കാരണം എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ ആളില്ല, ഇല്ല എന്ന് പറയാൻ ആളില്ല. പലപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. സുമി അപ്പോൾ +2 കഴിഞ്ഞിരുന്നു. അപ്പോൾ സുമിയും ഇതേ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പഠിക്കുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഇനി മുന്നോട്ട് പഠിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് തുടരാൻ കഴിയില്ല എന്നൊരു അവസ്ഥയെത്തി. ആ സമയത്താണ് JDT ഇസ്ലാം ഞങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു ദൈവത്തിൻ്റെ വിളിയായിരുന്നു. 1921 ചരിത്രപ്രസിദ്ധമായ മലബാർ കലാപത്തിൽ അനാഥരായവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1922 സ്ഥാപിതമായ മഹത്തായ ഒരു സ്ഥാപനമാണ് JDT ഇസ്ലാം ഓർഫനേജ്. ഈ പ്രസ്ഥാനം ഇന്ന് ഒരു നൂറ്റാണ്ടോടടുക്കുമ്പോൾ ഏറെ വിശാലമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഇന്ന് മാതൃകാപരമായി മുന്നേറുന്ന വിദ്യാഭ്യാസ ആതുര സേവന സംവിധാനങ്ങളുടെ ഒരു ശൃംഖല തന്നെ
ഈ പ്രസ്ഥാനത്തിന് സ്വന്തമായുണ്ട്. സ്കൂൾ തലത്തിൽ മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകൾ വരെ ഒരു കുടക്കീഴിൽ ഒതുക്കിക്കൊണ്ട് വൈവിധ്യങ്ങളായ ഒട്ടേറെ കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്തെ ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയുടെ തുടർച്ചയാണ് ജിമിയുടെയും സുമിയുടെയും അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞു തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് JDT ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവിക സാന്നിധ്യമാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാം. കാരണം ഇവിടെ JDTയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇരുളിൽ മാത്രമായി മാറുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു പരിമിതികളുമില്ല, ഒരു തടസ്സങ്ങളുമില്ല, ഒരു ചുറ്റുകോവണികളില്ലാതെ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി JDTക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഈ കോമ്പൗണ്ടിൽ എവിടെയും സ്വന്തം പരസഹായം കൂടാതെ നിങ്ങൾക്ക് ചെന്നെത്താനായിട്ട് വാഹനങ്ങൾ പോലും ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വാഹനങ്ങൾ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച റാമ്പ് സൗകര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ തോട്ടത്തിൽ റഷീദ് അങ്കിളിനും CP കുഞ്ഞു മുഹമ്മദ് സാറിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ JDT കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സിനും JDTയിലെ എല്ലാവർക്കും ഞങ്ങളെ അവർ വ്യത്യസ്തരായി അല്ല കാണുന്നത്. ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരെ പോലെ ഒരാളായി തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ ക്യാമ്പസിൽ ഇങ്ങനെ വീൽ ചെയറിൽ പോകുന്നവരായിട്ട്? അതെ അതെ അതെ. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണോ, അതോ നിങ്ങളോട് ഈ ക്യാമ്പസിലുള്ള എല്ലാവരും നിങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സന്തോഷത്തോടു കൂടി ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം നമ്മളൊരു വ്യത്യസ്തരായിട്ട് ആരും ഞങ്ങളെ കാണുന്നില്ല, എല്ലാവരിലും ഒരാളായി തന്നെ ഞങ്ങളെ എല്ലാവരും കാണുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഞങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ മാം, പിന്നെ അധ്യാപകർ, പിന്നെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ഇവരെല്ലാവരും ഞങ്ങളെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ലോകത്തേക്ക് ഞങ്ങളെ എത്തിച്ചു. ജീവിതത്തിൽ അതുവരെയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ജിമിക്കും ഏറെക്കുറെ സമാന പാതയിൽ തന്നെ സഞ്ചരിച്ചെത്തിയ സുമിക്കും എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടെ അഭയം നൽകുവാൻ JDT ഇസ്ലാം തയ്യാറായി. മാനുഷികമായി അവർക്ക് നൽകുവാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിർലോഭം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ സന്മനസ് അഭിനന്ദനീയമാണ്. ഈ രണ്ട് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്ത സമയത്ത് വാസ്തവത്തിൽ ഇവരെ എങ്ങനെ ആര് സംരക്ഷിക്കുമെന്നുള്ള ഒരു ചോദ്യം മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു അവരുടെ അമ്മയെ തന്നെ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ജോലി കൊടുത്തുകൊണ്ട്, ഒരു വാർഡൻ്റെ ജോലി കൊടുത്തുകൊണ്ട് വനിതാ ഹോസ്റ്റൽ നിയമിക്കുകയും അവർക്ക് സെപ്പറേറ്റായിട്ട് റൂം തയ്യാറാക്കുകയും ആ റൂമിൽ അവരെ കുടിയിരുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്വന്തം അമ്മയുടെ സംരക്ഷണത്തിൽ, ഞങ്ങളുടെ സംരക്ഷണത്തിൽ അവർ വളർന്നു. അവൾ വളരെ സന്തോഷകരമായി ജീവിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റിയത് അതിൽ ജിമ്മി എന്ന പെൺകുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അവർ പഠിക്കുന്ന BMMC കോഴ്സിൽ റാങ്ക് നേടി കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന യൂണിവേഴ്സിറ്റി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് റാങ്ക് സർട്ടിഫിക്കറ്റ് വാങ്ങുകയുണ്ടായി. ആ ചടങ്ങിലും ഞാൻ സംബന്ധിച്ചിരുന്നു. അതുതന്നെ നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ജിമിയും സുമിയും കാണിച്ച അല്ലെങ്കിൽ കൊളുത്തി വെച്ച ഈ വെളിച്ചം അത് തീർച്ചയായും വ്യാപകമായി വരും. എല്ലാ കുട്ടികളെയും ഇവരെ പോലെ എന്തെങ്കിലും സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് മുഴുവൻ ഒരു പ്രചോദനമായി തീരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ അവൾ കാണിച്ച അവർ കാണിക്കുന്ന ഈ
പ്രകാശം അല്ലെങ്കിൽ ചൊരിയുന്ന ഈ പ്രകാശം ഞങ്ങൾ എല്ലാവരിലേക്കും പടർന്നിരിക്കുന്നു. മാത്രമല്ല അവരൊരു വെല്ലുവിളിയായി തന്നെ നമ്മളൊക്കെ കാണിച്ചു തന്നിരിക്കുന്നു, സാധാരണ കുട്ടികൾക്കും അധ്യാപകർക്കും. തീർച്ചയായും ഇന്നത്തെ തലമുറക്ക് തന്നെ ഒരു വെല്ലുവിളിയാണ് പ്രത്യേകം ജിമ്മി ജോൺ എന്ന പെൺകുട്ടി. സ്കൂളിൽ പോലും പോവാതെ SSLC പരീക്ഷയ്ക്ക് 90% മാർക്ക്, +2-ന് 84% മാർക്ക്. ആദ്യമായി അവൾ സ്കൂൾ കാണുന്നത്, ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് JGT ഇസ്ലാം കോളേജിലേക്ക് കയറി വന്നപ്പോഴാണ്. ഈ സന്തോഷം എല്ലാവരോടും പങ്കുവെക്കുന്നു. തീർച്ചയായും ഇത്തരം കുട്ടികൾക്ക് എന്നും പ്രചോദനമാവട്ടെ ജിമിയും സുമിയും. ഞങ്ങളെല്ലാവരും അവളോട് കടപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ BA-ക്കും MA-ക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ റാങ്ക് നിഷ്പ്രഭമായി തോന്നുന്നു എനിക്കിപ്പോൾ. കാരണം ഇങ്ങനെയൊരു കുട്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങുമ്പോൾ നമ്മളൊക്കെ നേടിയെടുത്തത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്നു. തങ്ങൾക്ക് ദൈവം അനുവദിച്ച ബലഹീനതകൾ അത് മറ്റുള്ളവരിൽ നിന്നും തങ്ങളെ വേർതിരിച്ചു നിർത്തുവാൻ തക്കതായ ഒരു കുറവായല്ല ഈ സഹോദരിമാർ കാണുന്നത്. അതിനാൽ തന്നെ തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊപ്പം ജീവിക്കുവാനും പഠിക്കുവാനും മുന്നേറുവാനും ഇവർക്ക് പ്രതിബന്ധങ്ങളൊന്നുമില്ല. പഠനകാര്യങ്ങളിൽ സഹപാഠികൾക്ക് കൂടി മാതൃകയായി മാറുവാനും യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ാം സ്ഥാനം കരസ്ഥമാക്കുവാനും ജിമിക്ക് കഴിഞ്ഞത് ശാരീരികമായ ബലഹീനതകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒരാളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകുന്നതല്ല എന്ന ബോധ്യം കൊണ്ടുകൂടിയാണ്. കുറവുകളോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം തങ്ങളെ അനുവദിച്ചിരിക്കുന്നെങ്കിൽ അവയെ അതിജീവിക്കുവാനുള്ള ശക്തിയും അവിടുന്ന് തരുമെന്നത് ഇവരുടെ ശക്തമായ തിരിച്ചറിവാണ്. നിങ്ങളുടെ ജീവിതം ഈ നാളുകളത്രയും ദൈവത്തോടൊപ്പമായിരുന്നുവെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. ദൈവത്തോടൊപ്പമായിരുന്ന ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ എങ്ങനെയാണ് പുരോഗമിച്ചത് എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ആദ്യമേ ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. അതായത് എൻ്റെ വിശ്വാസം എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് സാധാരണ എല്ലാവരും പറയുന്നൊരു പദം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ദൈവത്തെ ഞാനൊരു വിശ്വാസം എന്ന നിലയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാറുമില്ല. ദൈവം എനിക്കൊരു വിശ്വാസം എന്നതിലപ്പുറത്തേക്ക് എനിക്കൊരു അനുഭവമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിലൂടെ, അതായത് ഇപ്പോൾ JDT ഇസ്ലാമിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ സുഹൃത്തുക്കളിലൂടെ എനിക്ക് ദൈവം ഒരു വിശ്വാസത്തിലപ്പുറം ദൈവം ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജീവിക്കുന്നത് ദൈവാനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവാനുഭവങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്വർഗത്തിലാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഒരിക്കലും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല, ദൈവത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ പറയാൻ കഴിയുന്നു. ജീവിതത്തിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കുവാൻ ഒരുവന് ശക്തി പകരുക വ്യക്തമായ ദിശാബോധത്തോടുകൂടെയുള്ള ആത്മീയ കാഴ്ചപ്പാടുകളാണ്. അത് രൂപീകരിക്കപ്പെടുന്നതാകട്ടെ ആരോഗ്യകരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും. ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉറച്ച ബോധ്യങ്ങളോടെ ജീവിതത്തെ സമീപിക്കുവാൻ പരിശീലിപ്പിച്ചത് മാതാപിതാക്കളുടെയും മുൻ തലമുറയുടെയും മാതൃകയും അവർ നൽകിയ പാഠങ്ങളുമായിരുന്നു. ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാവരും തന്നെ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഉള്ള അടിസ്ഥാനം തന്നത് അവിടുന്നാണ്. അതുപോലെ ഒരുപാട് എല്ലാ ദിവസവും തന്നെ വളരെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയിരുന്നു. പിന്നെ നടക്കാൻ വയ്യാതെ വന്ന സമയങ്ങളിൽ പറ്റുന്ന സമയം വരെ പപ്പ എടുത്തുകൊണ്ട് പോയി. പിന്നെ കുറച്ചും കൂടെ വളർന്നപ്പോൾ പപ്പയ്ക്ക് എടുത്തു കയറ്റാനുള്ള പ്രയാസം വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോകാതിരുന്നത്. പിന്നെ ഇവിടെ JDT ഇസ്ലാം ഓർഫനേജിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുവാനുള്ള എല്ലാ സൗകര്യവും വണ്ടിയും ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തീർച്ചയായും വിചാരിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഞങ്ങളെ എന്നും പരിപാലിക്കുന്നു എന്ന് വിശ്വസിക്കുകയല്ല, ഞങ്ങൾ അനുഭവിക്കുന്നു. ഓരോ നിമിഷവും മനുഷ്യജീവിതങ്ങളിൽ ഇടപെടുവാൻ മനസ്സാകുന്നവനാണ് ദൈവം. അവിടുത്തോട് ചേർന്നു നിൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുമ്പോൾ എല്ലായ്പ്പോഴും ദൈവിക സ്പർശം ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നു. ഈ പെൺകുട്ടികളുടെ ജീവിതം നമുക്ക് മുന്നിൽ ജ്വലിപ്പിക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ ഒരിക്കലും അണയാത്ത ഉജ്ജ്വല ദീപമാണ്.
പൗലോസ്ലീഹ പറഞ്ഞു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുപോലെ നിങ്ങളും ഷെയറിങ്ങിലൂടെ, വളരെ മനോഹരമായ ഷെയറിങ്ങിലൂടെ ജിമ്മി സൂചിപ്പിക്കുകയുണ്ടായി, ക്രിസ്തുവിൽ ജീവിക്കുകയായിരുന്നു, ക്രിസ്തുവിനെ അനുഭവിക്കുകയായിരുന്നു, അഥവാ ദൈവത്തെ അനുഭവിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാനായിട്ട് സാധിക്കും? ഒരുപാട് തിരിച്ചടികളോ പ്രതിസന്ധികളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദൈവവും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ അതിലൊക്കെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആഗ്രഹവും. നമ്മൾ നല്ല രീതിയിൽ തന്നെ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഉറച്ച തീരുമാനം നമുക്കുണ്ട് എങ്കിലും നമ്മുടെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന കുടുംബവും ഒരുപാട് സ്നേഹിതരും ദൈവത്തിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പ്രതിസന്ധികൾ അല്ലാതായി തീരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പൗലോസ്ലീഹ പറയുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും.